ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അനാറ്റമി പഠിച്ചപ്പോൾ, കിഡ്നിയുടെ അനാറ്റമി പഠിച്ചപ്പോൾ അതിനകത്ത് അനാറ്റമിക്കകത്ത് നെഫ്രോൺസ് എന്താണെന്നും ഫിസിയോളജി പഠിച്ചപ്പോൾ നെഫ്രോൺസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള. അപ്പം ഈ അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസ് കണ്ടീഷനിൽ നെഫ്രോൺസിന്, കിഡ്നിയുടെ നെഫ്രോൺസിന് ബാധിക്കുന്ന രോഗമാണ്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഹലോ കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് മെയിൻലി പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് ഇൻസിഡൻസ് ഓഫ് എൻറ്റിറ്റിയോളജി, ദെൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പഠിക്കണം, പത്തോഫിസിയോളജി പഠിക്കണം, ഇൻവെസ്റ്റിഗേഷൻസ് പഠിക്കണം, മെഡിക്കൽ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് നോക്കാം. ഇറ്റ് ഈസ് അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഈസ് എ നോൺ ഇൻഫെക്ഷ്യസ് ഇൻഫ്ലമേറ്ററി ഡിസീസ് പ്രൈമറിലി ഇൻവോൾവിങ് ദ ഗ്ലോമറുലൈ ഓഫ് ദി കിഡ്നി. ഓക്കെ, അതായത് അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഈസ് ആൻ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് or inflammatory disease primarily involving the glomeruli of the kidney. നമ്മൾ അനാറ്റമിക്കകത്ത് ഗ്ലോമർലസ് എന്താണ്, ബോമാൻസ് ക്യാപ്സ്യൂള്, അങ്ങനെ കിഡ്നി എങ്ങനെ ഫംഗ്ഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുന്ന. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഗ്ലോമറിലേക്കുള്ളത്. അപ്പം അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ നോൺ ഇൻഫെക്ഷ്യസ് ഇൻഫ്ലമേറ്ററി ഡിസീസ് പ്രൈമർലി അഫക്റ്റിംഗ് ദ ഗ്ലോമറുലൈ ഓഫ് ദ കിഡ്നി. മനസ്സിലായോ? പിന്നെ ഇറ്റ് ഈസ് എ ഇമ്മ്യൂണോളജിക്കലി മീഡിയേറ്റഡ് ഇൻഫ്ലമേറ്ററി പാരങ്കൈമൽ ഡിസീസ് ഓഫ് ദി കിഡ്നി. അതായത് ഇമ്മ്യൂണോളജിക്കലി മീഡിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റിബോഡി റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. അതായത് ആൻറ്റിബോഡി റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഓർഗാനിസം ഡിസീസ് ഏജൻറ്റ് കയറിയാൽ നമ്മുടെ ബോഡി അതിന് അഗൻസ്റ്റായിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതന്നെ ബോഡിക്ക് പ്രോബ്ലം ആകും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജേംസിനെ തരുത്താൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി ബോഡിക്ക് തന്നെ പ്രോബ്ലം ആകുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന ആൻറ്റിബോഡി റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അങ്ങനെ ഒരു ഡിസീസാണ് ഈ പറയുന്ന അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എ ഇമ്മ്യൂണോളജിക്കലി മീഡിയേറ്റഡ് ഇൻഫ്ലമേറ്ററി പാരൻകൈമൽ ഡിസീസ്. പാരൻകൈമൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ പാരൻകൈമൽ ടിഷ്യൂ എവിടെ? കിഡ്നിക്കകത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ കിഡ്നിയുടെ പാരൻകൈമൽ ടിഷ്യൂവിൽ പ്രത്യേകിച്ചും അതിൻ്റെ പ്രത്യേകം ഭാഗമാണ് ഗ്ലോമറുലൈ എന്ന് പറയുന്നത്. ആ ഗ്ലോമറുലൈക്കാണ് ഇവിടെ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇനി അതിൻ്റെ ഇൻസിഡൻസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഇറ്റിയോളജി നോക്കിയാൽ, ഇറ്റ് ഈസ് ടോയ്സ് മോർ കോമൺ ഇൻ മെയിൽസ് ദാൻ ഇൻ ഫീമെയിൽസ്. അതായത് കുട്ടികളെ എടുത്താൽ തന്നെ ഫീമെയിലിൽ ഉണ്ടാകുന്നതിനെ പറ്റി 2 ഇരട്ടി കൂടുതൽ ചാൻസ് മെയിൽ ചിൽഡ്രനിലാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഉണ്ടാകുന്നത്. അതാണ് ഇറ്റ് ഈസ് ടോയ്സ് മോർ കോമൺ ഇൻ മെയിൽസ് ദാൻ ഇൻ ഫീമെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് കോമൺ ഇൻ ചിൽഡ്രൻ ഓഫ് 5 years ഓഫ് ഏജ്. അതായത് 5 വയസ്സുള്ള കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. പക്ഷേ പീക്ക് ഇൻസിഡൻസ് കാണുന്നത് 7 വയസ്സിലുള്ള കുട്ടികളിലാണ് പീക്ക് ഇൻസിഡൻസ് കാണുന്നത്. മനസ്സിലായി? അപ്പോൾ 5 വയസ്സ് ഇത് ഉണ്ടാകാമെങ്കിൽ 5 വയസ്സുള്ള കുട്ടികൾ മുതലാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിലും കൂടുതൽ ഇൻസിഡൻസ് കാണുന്നത് 7 വയസ്സുള്ള കുട്ടികളിലാണ്. ആൻഡ് ഇറ്റിയോളജിക്കൽ ഏജൻറ്റ് ഈസ് യൂഷ്വലി ബാക്ടീരിയ ഓർ വൈറസ്. അതായത് ഇത് രോഗമുണ്ടാക്കുന്നത് ഇറ്റിയോളജിക്കൽ ഏജൻറ്റ് പറഞ്ഞാൽ ഒന്നുകിൽ അത് ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ വൈറസ് മുഖേനയും സംഭവിക്കാം. എന്നാലും കൂടുതലായിട്ടും ബാക്ടീരിയ വഴിയാണ് ഇതുണ്ടാകുന്നത്. അതിന് പറയുന്ന ഓർഗാനിസത്തിനാണ് ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്. ഈ പറയുന്ന ബാക്ടീരിയയാണ് ഇതുണ്ടാക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാക്ടീരിയ പോയി ഡയറക്റ്റ്ലി കിഡ്നിയിലോട്ട് അഫക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം ഈ ബാക്ടീരിയ ഉപയോഗിച്ച് സോർ ത്രോട്ട്, അതായത് ത്രോട്ട് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ചില സ്കിൻ ഇൻഫെക്ഷൻ, അതായത് നമ്മൾ സ്കിന്നിലുണ്ടാകുന്ന പഴയ ആൾക്കാർ പറയത്തില്ല, കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന ചൊറി എന്നൊക്കെ പറയാറില്ല, അതുപോലെയുള്ള ഏതെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായാലും അത് ഈ പറയുന്ന ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുക. അത് ടോൺസിലൈറ്റിസ് ആകാം, അല്ലെങ്കിൽ അഡിനോയിഡ് ഫാരിഞ്ചൈറ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടായി കഴിയുമ്പം ആ ഓർഗാനിസം അവിടെ ആക്ട് ചെയ്യുമ്പോൾ അത് ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ ബോഡിയിൽ. അതിൻ്റെ അഗൻസ്റ്റായിട്ട് ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് തന്നെ ഹാനികരമാകും. അപ്പോൾ അവിടെ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുമ്പോൾ ആൻറ്റിബോഡി കോംപ്ലക്സ് എന്ന് പറയുന്ന ചില സാധനമൊക്കെ ഉണ്ടാകും. അത് ചെന്ന് കിഡ്നിയെ ബാധിക്കുമ്പോഴാണ് ഈ പറയുന്ന ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഉണ്ടാകുന്നത്. അല്ലാതെ ഈ ഓർഗാനിസം നേരിട്ട് പോയി കിഡ്നിയെ അറ്റാക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്.
മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദ ഇറ്റിയോളജിക്കൽ ഏജൻറ്റ് ഈസ് യൂഷ്വലി ബാക്ടീരിയ ഓർ വൈറസ്. മോസ്റ്റ് കോമൺ ഓർഗാനിസം ഈസ് ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് ദ പ്രൈമറി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് യൂഷ്വലി ദ ത്രോട്ട് ഓർ സ്കിൻ ആഫ്റ്റർ വിച്ച് നെഫ്രൈറ്റിസ് ഒക്കേഴ്സ്. മനസ്സിലായല്ലോ? അതായത് ഇതിനകത്ത് നമ്മൾ പറയുന്ന ഇൻസിഡൻസ് കൂടുതലും കുട്ടികളിലാണ് കാണുന്നത്. കോമൺ ഇൻ ചിൽഡ്രൻ ഓഫ് 5 years ഓഫ് ഏജ്. പീക്ക് ഇൻസിഡൻസ് ഈസ് സീൻ ഇൻ 7 years ഓഫ് ഏജ്. ഇറ്റിയോളജിക്കൽ ഏജൻറ്റ് ക്യാൻ ബി ഐദർ ബാക്ടീരിയ ഓർ വൈറസ്. പക്ഷേ ബാക്ടീരിയ ആണ് കോമൺ. അത് ഏത് തരം ബാക്ടീരിയ ആണ്? ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്. നമ്മൾ മൈക്രോബയോളജി പഠിച്ചപ്പോൾ അതിനകത്ത് കോസറ്റീവ് ഏജൻറ്റ് ബാക്ടീരിയ പഠിക്കുമ്പം അതിനകത്ത് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്, അങ്ങനെ നമ്മൾ ഒരുപാട് തരം ഓർഗാനിസത്തെ പഠിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കിഡ്നിയിൽ ഈ പറയുന്ന നെഫ്രൈറ്റിസിനെ അഫക്റ്റ് ചെയ്യുന്ന ജേം ഏതാണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയ ആണ്. അത് സ്ട്രെപ്റ്റോകോക്കസ് ആണ്. അതിലെ തന്നെ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ഓർഗാനിസം ത്രോട്ടിലും എങ്ങാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബോഡിയിലെ സ്കിന്നിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. എന്നിട്ട് ആ ഇൻഫെക്ഷന് സമയത്ത് ഈ ഡിസീസ് ഏജൻറ്റ് തന്നെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ആൻറ്റിജൻ അഗൻസ്റ്റായിട്ട് ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ആൻറ്റിബോഡി എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ജേംസിനെ തുരത്താൻ വേണ്ടി അല്ലേ? അവരുടെ ടോക്സിൻസിനെ എഗൻസ്റ്റായിട്ടാണ് ആൻറ്റിബോഡി ഉണ്ടാകുന്നത്. ആൻറ്റിജൻ എന്ന് പറയുന്ന ടോക്സിൻസിന് എഗൻസ്റ്റായിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കും. ആ ആൻറ്റിബോഡി ഈ ജെയിംസിനോട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യും. അതിലുണ്ടാണ് ഈ പറയുന്ന അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. അതായത് കിഡ്നിയെ അഫക്റ്റ് ചെയ്ത് കിഡ്നിയുടെ ഗ്ലോമറിലെ അത് പാരൻകെമിയിലുള്ള ഗ്ലോമറിലെ അത് അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഗ്ലോമറിലയുടെ അനാറ്റമിയിലും അതിൻ്റെ ഫംഗ്ഷനിലും ഒക്കെ ഓൾട്ടറേഷൻ വരുത്തി കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ പറയുന്ന അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് ദ പ്രൈമറി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് യൂസ്വലി ദ ത്രോട്ട് ഓർ സ്കിൻ ആഫ്റ്റർ വിച്ച് ദ നെഫ്രൈറ്റിസ് ഒക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻസ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് പത്തോഫിസിയോളജിയാണ്. ഈ പത്തോഫിസിയോളജിക്കകത്ത് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് നന്നായിട്ട് നോക്കണം. ഞാനിത് സ്ലൈഡ് ആക്കിയിട്ടുണ്ടെങ്കിലും വായിച്ചെടുക്കാം. എന്നാലും ഇതിനെക്കാട്ടി കൃത്യമായിട്ട് നിങ്ങൾക്ക് പുസ്തകത്തിൽ നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് റിംബിൾ ശർമ്മയുടെ ആ ബുക്കിലും നോക്കണം. ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻവേഷൻ ഓഫ് ദി ചൈൽഡ് യൂറിനറി സിസ്റ്റം ബൈ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്. അതായത് ഈ പറയുന്ന ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ജേം ത്രോട്ടിലോ അല്ലെങ്കിൽ സ്കിന്നിലോ കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം that disease invade to the child's urinary system by beta hemolytic streptococcus. അത് കഴിഞ്ഞിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദി ചൈൽഡ്സ് ബോഡി പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ് വിച്ച് ഫൈറ്റ് വിത്ത് ആൻറ്റിജൻ ഓഫ് ദി ബോഡി. അതായത് ആൻറ്റിജൻ അഗൻസ്റ്റായിട്ട് ബോഡി തന്നെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫൈറ്റിംഗ് നടക്കുമല്ലോ. കാരണം ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിജൻ അഗൻസ്റ്റായിട്ട് ആൻറ്റിബോഡിയും കൂടെ ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റിംഗ് നടക്കും. എന്നിട്ട് ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോംഡ് ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ഗ്ലോമറുലാർ. അതായത് ഈ പറയുന്ന ഇത് രണ്ടും കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില കെമിക്കൽസ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് എന്ന് പറയും. ആ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഗ്ലോമറിലേക്ക് ചെന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ഗ്ലോമറുലാർ മെംബ്രെയിനെ അഫക്റ്റ് ചെയ്തിട്ട് അത് ഇൻക്രീസ്ഡ് പെർമിയബിലിറ്റി ഉണ്ടാകും. അതായത് അതിന് ഇപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോലൈറ്റ്സിനെ കടത്തിവിടാനും ഒക്കെയുള്ള പ്രത്യേക ഒരു സ്ട്രക്ചറാണ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഓഫ് ദി ഗ്ലോമറുലാർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആ ഗ്ലോമറുലാർ മെംബ്രെയിൻസിൻ്റെ പെർമിയബിലിറ്റി കൂട്ടുന്നത് കൊണ്ട് ആ പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ പ്രോട്ടീൻസും ബ്ലഡും എല്ലാം യൂറിനിലേക്ക് ലീക്ക് ചെയ്യും. മനസ്സിലായോ? നേരത്തെയുള്ള കണ്ടീഷനിൽ അങ്ങനെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ അങ്ങനെ കപ്പാസിറ്റി ഒന്നുമില്ല. യൂറിനെ മാത്രമേ നമുക്ക് വേണ്ടാത്ത യൂറിനും അങ്ങനെയുള്ള യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ അങ്ങനെയുള്ള ചില സാധനങ്ങൾ ശരീരത്തിന് വേണ്ടാത്ത വേസ്റ്റ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനെ മാത്രമേ നേരത്തെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ യൂറിനാക്കി വെളിയിലേക്ക്, ബ്ലഡിൽ നിന്ന് യൂറിനാക്കി വെളിയിലേക്ക് വിടത്തുള്ളായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റി കൂടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? അത് കുറേ കൂടെ ലീക്കിംഗ് കപ്പാസിറ്റി കൂടുതൽ വരും ആ ബേസ്മെൻറ്റ് മെംബ്രെയിന്. അതുകൊണ്ട് ആ മെംബ്രെയിനിൽ കൂടെ കുറേയൊക്കെ ബ്ലഡ് സെൽസും പ്രോട്ടീൻസ് ഓഫ് ദ ബോഡിയും ലീക്ക് ചെയ്ത് യൂറിനിലേക്ക് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പേഷ്യൻസിന് അതായത് ബ്ലഡ് പ്രോട്ടീൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നു. അങ്ങനെയാണ് ഹൈപ്പോ ആൽബുമിനീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അതായത് ആൽബുമിൻസ് എന്ന് പറയുന്ന പ്രോട്ടീനാണ് കൂടുതലും ലീക്ക് ഔട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ബ്ലഡിലെ പ്രോട്ടീൻസിൻ്റെ അളവ് കുറയുന്നു. തന്നെയല്ല വേറൊരു കാര്യം, ഡ്യൂ ടു ഡിക്രീസ്ഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ
അതായത് ബേസ്മെൻറ്റ് മെംബ്രെയിൻ അവിടെ ഡിസീസ്ഡ് ആയി പോയില്ലേ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഗ്ലോമർലാർ ഫിൽട്രേഷൻ്റെ റേറ്റ് കുറയുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സോഡിയം ആൻഡ് വാട്ടർ റിറ്റൻഷൻ ഒക്കേഴ്സ്. അതായത് സോഡിയം വാട്ടറും ഒക്കെ കൂടുതൽ റീറ്റെയിൻ ചെയ്യും ബോഡിയിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ സോഡിയം എന്ന് പറയുന്ന ഒരു വാട്ടർ റീറ്റെയിനിങ് അയോണാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ എഡിമ ഉണ്ടാകും ബോഡിയിൽ. അങ്ങനെയാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസീസ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? പത്തോഫിസിയോളജിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? അതായത് നമ്മൾ പറയുന്ന ഒരു ഓർഗനിസം ത്രോട്ടിലോ അല്ലെങ്കിൽ സ്കില്ലിലോ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അത് ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻറ്റിജനും ശരീരത്തിലെ ആൻറ്റിബോഡിയും കൂടെ റിയാക്ട് ചെയ്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഇത് ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഓഫ് ദി കിഡ്നിയിൽ പോയിട്ട് അവിടെ ആക്ട് ചെയ്യുമ്പോൾ അത് ഇൻഫ്ലെയിംഡ് ആകുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അത് ഒരുപാട് പെർമിയബിലിറ്റി ഉണ്ടാകുന്നു. ഈ ബേസ്മെൻറ്റ് മെംബ്രെയിന് പെർമിയബിലിറ്റി ഉണ്ടാകുന്നു പറഞ്ഞാൽ അതിലെ കൂടെ ശരീരത്തിലെ ബ്ലഡിൽ നിന്ന് ബ്ലഡ് സെൽസും പ്രോട്ടീനും യൂറിനിലേക്ക് ലീക്ക് ഔട്ട് ചെയ്ത് പോകുന്നു ഈ ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ കൂടെ. സാധാരണ അങ്ങനെ ലീക്ക് ഔട്ട് ചെയ്ത് പോകുന്നതല്ല. പക്ഷേ ഈ ഡിസീസ് കൊണ്ടുണ്ടാകുന്ന പ്രത്യേകത കൊണ്ട് ബേസ്മെൻറ്റ് മെംബ്രെയിൻ മോർ പെർമിയബിൾ ആകുന്നതുകൊണ്ട് ഒരുപാട് ബ്ലഡ് സെൽസിനെയും പ്രോട്ടീനിനെയും യൂറിനിനകത്തേട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. അങ്ങനെ വരുമ്പം ഈ ഡിസീസുള്ള രോഗിക്ക് ബ്ലഡിലെ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നു. തന്നെയല്ല ബ്ലഡിലെ WBC RBCയുടെ കുറവും പ്രോട്ടീൻ്റെ കുറവും കുറവുണ്ടാകുന്നു. അതുകൂടാതെ തന്നെ ഗ്ലോമറുലർ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ കപ്പാസിറ്റി കുറയുന്നത് കൊണ്ട് വാട്ടറും സോഡിയവും കൂടുതൽ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് എഡിമയാകുന്നു. അതാണ് എൻ്റെ പത്തോഫിസിയോളജി. ഓക്കെ, നൗ ഐ തോട്ട് യു അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഈസ് എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദി ബോഡി പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ് വിച്ച് ഫൈറ്റ് വിത്ത് ആൻറ്റിജൻ ഇൻ ദ ബോഡി. Then antigen antibody complex formed gets deposited in the glomeruli, leading to inflammation of the glomerular membrane, resulting in its increased permeability. Then increased permeability leads to leakage of protein and blood cells into the urine. And also, due to decreased glomerular filtration, sodium and water retention occurs in the body, leading to edema and hypertension. മനസ്സിലായി? ഇപ്പോൾ ഇതാണ് കൂടുതലായിട്ട് പത്തോഫിസിയോളജിയിൽ സംഭവിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് മെയിൻലി കുട്ടികൾക്ക് ഫീവർ ആൻഡ് ഹെഡേക്ക് ഉണ്ടാകും. പിന്നെ ലെതാർജിക് പെയിൽ ആൻഡ് ഇറിറ്റബിൾ. ലെതാർജിക് എന്ന് പറഞ്ഞാൽ ഒരു ഉന്മേഷമില്ലായ്മ, ഒരു വീക്ക്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലെതാർജി എന്ന് പറയുന്നത്. പിന്നെ പെയിലാകുന്നത് എങ്ങനെയാണ്? കാരണം അതിൽ നിന്ന് ഒത്തിരി ബ്ലഡ് യൂറിനിലേക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടി അനീമിക് ആകും. അതാണ് പെയിൽനെസ് ഉണ്ടാകുന്നത്. പിന്നെ കുട്ടി കുറേ കൂടെ ഇറിറ്റബിൾ ആകും. പിന്നെ ഒളിഗൂറിയ, യൂറിൻ ഔട്ട്പുട്ട് കുറവാകും. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഒളിഗൂറിയ. ദെൻ ഹെമറ്റൂറിയ, അതായത് യൂറിനകത്ത് ബ്ലഡ് സ്റ്റെയിൻഡ് യൂറിൻ ആയിരിക്കും പേഷ്യൻ്റ് പാസ് ചെയ്യുന്നത്. ആ പേഷ്യൻ്റെ യൂറിൻ നോക്കിയാൽ തന്നെ അപ്പിയറൻസിൽ നിന്ന് അത് മനസ്സിലാകും. ഇറ്റ് ഈസ് ലൈക്ക് എ ടീ കളേർഡ് യൂറിൻ അല്ലെങ്കിൽ കോള കളേർഡ് യൂറിൻ എന്നൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ടീ കളേർഡ് യൂറിൻ അതെന്തുകൊണ്ടാണ്? കാരണം ഹീമോലൈസ്ഡ് RBCs അതിനകത്ത് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അത് ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് ആകുന്നത്. അങ്ങനെ അത് ടീ കളേർഡോ അല്ലെങ്കിൽ കോള കളേർഡോ ഒക്കെ ആകാം. പിന്നെ പഫ്നെസ് ഓഫ് ദി ഫേസ്, അതെന്താ? എഡിമ ഉള്ളതുകൊണ്ട്. നമ്മുടെ ബോഡിയിൽ എവിടെ എഡിമ വന്നാലും ആദ്യം അത് അപ്പിയർ ചെയ്യുന്നത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ള ഭാഗത്താണ്. അപ്പോൾ ഫേസിലെ ഈ പറയുന്ന നമ്മുടെ കുട്ടിയുടെ കണ്ണിന് ചുറ്റുമുള്ള പെരി ഓർബിറ്റൽ റീജിയനിൻ്റെ ഒത്തിരി ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ആയിരിക്കും എഡിമ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയെ നോക്കിയാൽ തന്നെ മുഖം എല്ലാം കൂടി ഇങ്ങനെ ഒരുമാതിരി വീർത്ത് എഡിമ പിടിച്ച് വീർത്തിരിക്കുന്ന പോലെ തന്നെ കൺപോളകളും മുഖത്തും എല്ലാമാണ് കൂടുതൽ എഡിമ ഉണ്ടാകുന്നത്. അതിന് പറയുന്നത് പഫ്നെസ് ഓഫ് ഫേസ് ആൻഡ് പെരി ഓർബിറ്റൽ എഡിമ എന്ന് പറയും. കാരണം കണ്ണിന് ചുറ്റുമുള്ള ഭാഗം ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ളടമാണ്. അതുപോലെ ഫേസിലും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ജനറലൈസ്ഡ് എഡിമ കൂടുതൽ അപ്പിയർ ചെയ്യുന്നത് ഈ പറയുന്ന ഫേസിലും പെരി ഓർബിറ്റൽ റീജിയനിലും ഒക്കെയാണ്. അതുകൊണ്ടാണ് കുട്ടിക്ക് പഫ്നെസ് ഓഫ് ഫേസും പെരി ഓർബിറ്റൽ എഡിമയും ഉണ്ടാകും. പിന്നെ അനാസാർക്കാന്ന് സ്പെല്ലിങ് തെറ്റാ. അനാസാർക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ജനറലൈസ്ഡ് ബോഡി എഡിമയും കാണും. പിന്നെ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും. പിന്നെ 50% ഓഫ് ദി കുട്ടികൾക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. പിന്നെ അനറക്സിയ, ഡിപ്ലോപ്പിയ ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാകാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ ഫീവർ, ഹെഡേക്ക്, ലെതാർജി, പെയിൽ ആൻഡ് ഇറിറ്റബിലിറ്റി, ദെൻ ഒളിഗൂറിയ, ഹെമറ്റൂറിയ വിത്ത് ടീ കളേർഡ് യൂറിൻ, പഫ്നെസ് ഓഫ് ഫേസ് ആൻഡ് പെരിയോർബിറ്റൽ എഡിമ, ദെൻ അനാസാർക്ക, അബ്ഡോമിനൽ പെയിൻ, ഹൈപ്പർ ടെൻഷൻ ഇൻ 50% ഓഫ് പേഷ്യൻസ്, ദെൻ അനറക്സിയ, ഡിപ്ലോപ്പിയ. ഇത്രയാണ് പേഷ്യൻസിൻ്റെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനിയും
എന്തൊക്കെയാണ് പേഷ്യൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ഡിസീസ് കണ്ടുപിടിക്കാൻ നോക്കാം. ദാറ്റ് ഈസ് കോൾഡ് ഇൻവെസ്റ്റിഗേഷൻസ് മെയിൻലി ആർ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ WBC, TCDC, ESR ഇതെല്ലാം നോക്കും. അതിനകത്ത് ടോട്ടൽ കൗണ്ട്, ലൂക്കോസൈറ്റോസിസ് കാണിക്കും, ഇൻക്രീസ്ഡ് ESR ലെവൽ കാണിക്കും, ബ്ലഡ് യൂറിയ നൈട്രജൻ കൂടുതലായിട്ട് കാണിക്കും, ക്രിയാറ്റിനിൻ ഇതെല്ലാം കൂടുതലായിരിക്കും. പിന്നെ ASLO ടൈറ്റർ എന്ന് പറഞ്ഞാൽ ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O, അതൊരു പ്രത്യേക സ്പെഷ്യൽ ടെസ്റ്റാണ്. ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O എന്ന് പറയുന്നത്. അത് ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനിലൊക്കെ കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ അതും ടെസ്റ്റ് ചെയ്യും. ആൻഡ് HB റെഡ്യൂസ്ഡ് ആകും. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്തൊക്കെയാണ്? അതായത് TCDC, ESR ഇൻക്രീസ്ഡ് ആയിരിക്കും. പിന്നെ WBC കൗണ്ട് കൂടുതലായിരിക്കും, ലൂക്കോസൈറ്റോസിസ് ഉണ്ടാകും, ഇൻക്രീസ് ESR ഉണ്ടാകും, ബ്ലഡ് യൂറിയ നൈട്രജൻ, പിന്നെ ക്രിയാറ്റിനിൻ ആൻഡ് ASLO ടൈറ്റർ പറഞ്ഞാൽ ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O, ആ ടൈറ്റർ കൂടുതലായിരിക്കും. പിന്നെ കുറവായിട്ട് കാണിക്കുന്നത് HB കുറവായിരിക്കും. കുട്ടി അനീമിക് ആയിരിക്കും, പെയിലായിരിക്കും എന്നൊക്കെയുള്ള സിംറ്റമോളജി പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ HB നോക്കുമ്പോൾ അത് കുറവായിരിക്കും. ഇതാണ് കൂടുതൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിനും കൂടെ കണ്ടുപിടിക്കുന്നത്. പിന്നെ കൾച്ചർ ഓഫ് സാബ് ടേക്കൺ ഫ്രം ദ പ്രൈമറി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ടു ഡിറ്റക്ട് ദ കോസിറ്റീവ് ഓർഗാനിസം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കോസിറ്റീവ് ഏജൻറ്റ് ആദ്യമേ അറ്റാക്ക് ചെയ്യുന്നത് ഒന്നുകിൽ ത്രോട്ടിൽ എവിടെയെങ്കിലോ അല്ലെങ്കിൽ സ്കിന്നിൽ എവിടെയെങ്കിലോ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്നൊരു ത്രോട്ട് സാബോ അല്ലെങ്കിൽ ഒരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു സാബോ എടുത്ത് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റിക്ക് അയച്ചാൽ അതിൽ നിന്ന് പോസിറ്റീവ് ഏജൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഡോക്ടർക്ക് കഴിയും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് കൾച്ചർ ഓഫ് ദി സ്വാബ് ടേക്കൺ ഫ്രം ദ പ്രൈമറി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ടു ഡിറ്റക്ട് ദ കോസിറ്റീവ് ഓർഗാനിസം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ലാസ്റ്റായിട്ട് പറയുന്നതാണ് റീനൽ ബയോപ്സി. ആ റീനൽ ബയോപ്സി ലാസ്റ്റിലേ ചെയ്യത്തുള്ളൂ. നേരത്തെ മേളിൽ പറഞ്ഞ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷന്, കൾച്ചർ, ഇതൊക്കെ കൊണ്ട് പോസിറ്റീവ് ഓർഗാനിസിനെ കണ്ടുപിടിച്ച് ഡയഗ്നോസിസ് നടത്താൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം അവർ റീനൽ ബയോപ്സിയും ചെയ്യും. അപ്പം ഇഫ് ഡയഗ്നോസിസ് ഇസ് നോട്ട് പോസിബിൾ ബൈ അതർ മെഷേഴ്സ്. ഇത്രയാണ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. എന്തൊക്കെയാണ്? ബ്ലഡ് ടെസ്റ്റ്, പിന്നെ കൾച്ചർ സെൻസിറ്റിവിറ്റി ഓഫ് ദി സ്വാബ് ടേക്കൺ ഫ്രം ദ പ്രൈമറി സൈറ്റ്, ആൻഡ് ഓൾസോ ഫൈനലി ഇഫ് ദ ഡിസീസ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ഫ്രം ദീസ് 2 മീൻസ് ദെൻ ദേ വിൽ ഡു റീനൽ ബയോപ്സി ഓൾസോ. അപ്പോൾ അതാണ് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ പേഷ്യൻസ് വിത്ത് അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഓക്കെ. പിന്നെ ഇനി അടുത്തത് അതിൻ്റെ മാനേജ്മെൻറ്റ് നോക്കാം. നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് മെയിൻലി നോക്കിയാൽ ദ എയിംസ് ഓഫ് മെഡിക്കൽ മാനേജ്മെൻറ്റ് ആർ മെയിൻലി 3. Which are the medical management aims? That is, first one is identify and treat source of infection. എവിടെയാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. പിന്നെ മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. എന്തുകൊണ്ടാണ്? കാരണം കിഡ്നിയാണ് അഫക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ ആണല്ലോ കൂടുതലും വേസ്റ്റ് മെറ്റീരിയലിനെ പുറത്ത് കളയുക, ആവശ്യത്തിൽ കൂടുതൽ വെള്ളമാണെങ്കിൽ അത് വേണ്ടതിനെ റിറ്റെയിൻ ചെയ്യുക, വേണ്ടാത്തതിനെ യൂറിൻ ഫോമിൽ കളയുക. ഇങ്ങനെയുള്ള ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഏറ്റവും മെയിൻ സ്ട്രക്ചർ ഓഫ് ദി ബോഡിയാണ് കിഡ്നി. അപ്പോൾ കിഡ്നി ഇൻഫ്ലെയിംഡ് ആകുമ്പം ഈ പറയുന്ന ദർ ക്യാൻ ബി ഇൻ്റർഫിയറൻസ് വിത്ത് മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. അപ്പം കുട്ടിയുടെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് നോർമലി മാനേജ് ചെയ്യുക എന്നുള്ളതും ട്രീറ്റ്മെൻറ്റിൻ്റെ വേറെ ഒരു എയിമാണ്. അപ്പോൾ സെക്കൻഡ് എയിം ഈസ് മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ആൻഡ് തേർഡ് ഈസ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ വിതിൻ നോർമൽ റേഞ്ച്. അതായത് ഈ നമ്മൾ പറഞ്ഞില്ല, മോർ ദാൻ 50% കുട്ടികളിലും BP ഹൈ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ BP കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും വേറൊരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഈ 3 ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മെഷേഴ്സ് ഇംപ്ലിമെൻറ്റഡ് ഇൻ മാനേജ്മെൻറ്റ് ആർ: ഫസ്റ്റ് വൺ, ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ആൻഡ് തറോ ഫിസിക്കൽ എക്സാമിനേഷൻ. കുട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുക്കണം. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും കുട്ടിക്ക് നേരത്തെ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നോ, ചിലപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും, കുട്ടി അമ്മയോട് പറഞ്ഞു കാണും, പക്ഷേ അത് വലിയ കാര്യമാക്കാതെ 2 ദിവസത്തിനകം ആ സിംറ്റം ഒക്കെ മാറിക്കഴിഞ്ഞ് പോയി കാണും, അത് ഡോക്ടറെ ഒന്നും കാണിച്ചു കാണത്തില്ല. അപ്പോൾ ഒരു ഹിസ്റ്ററി എടുക്കണം. കുട്ടിക്ക് നേരത്തെ ത്രോട്ട് ഇൻഫെക്ഷനോ എവിടെയെങ്കിലും സ്കിൻ ഇൻഫെക്ഷനോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇറ്റിയോളജിക്കൽ ഏജൻറ്റ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എങ്കിൽ മാത്രമേ അവിടെ നിന്നൊരു സ്വാബൊക്കെ എടുത്ത് അയക്കാൻ പറ്റൂ. അങ്ങനെ സ്വാബ് എടുത്ത് അയച്ചാൽ മാത്രമേ അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോഴേ പോസിറ്റീവ് ഏജൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ പോസിറ്റീവ് ഏജൻറ്റിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് തെറാപ്പി കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഹിസ്റ്ററി കളക്ട് ചെയ്യുക എന്ന് വെച്ചാൽ, പ്രോപ്പർ ഹിസ്റ്ററി കളക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ്, especially on the part of the doctor
ട്രീറ്റിംഗ് ഡോക്ടർ ആൻഡ് ദ കെയറിംഗ് നഴ്സ്. ഓക്കെ, അപ്പം ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ആൻഡ് തറോ ഫിസിക്കൽ എക്സാമിനേഷൻ. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് സിംറ്റമറ്റോളജിയൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ കുട്ടി പെയിലായിരിക്കും എന്ന് പറഞ്ഞു, പാലർ ഉണ്ടാകും എന്ന് പറഞ്ഞു, നമ്മൾ ഒത്തിരി സിംറ്റമറ്റോളജി പറഞ്ഞു. അതിനകത്തെല്ലാം തന്നെ ഇപ്പം പഫിനെസ് ഓഫ് ദി ഫേസ് ഉണ്ടാകാം, പെരി ഓർബിറ്റൽ എഡീമ ഉണ്ടാകാം, പിന്നെ ജനറലൈസ്ഡ് എഡീമ ഉണ്ടാകാം, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം, പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, പിന്നെ ഒളിഗൂറിയ, പിന്നെ പെയിൽ അപ്പിയറൻസ് ഫോർ ദ ചൈൽഡ്, ഫീവർ, ഹെഡേക്ക്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചിരിക്കണമെങ്കിൽ, ഡിസീസുമായിട്ട് ഒരു ഡയഗ്നോസിസിൽ എത്തണമെങ്കിൽ ഡോക്ടർ ഷുഡ് ഡു എ തറോ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ദി ചൈൽഡ്. ഓക്കെ, പിന്നെ ഇനി മെഷേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ടു മാനേജ്മെൻറ്റ് ആർ മെയിൻലി ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ആൻഡ് തറോ ഫിസിക്കൽ എക്സാമിനേഷൻ. ദെൻ ചൈൽഡ് വിത്ത് നോർമൽ ബി പി ആൻഡ് നോർമൽ യൂറിൻ ഔട്ട്പുട്ട് ക്യാൻ ബി മാനേജ്ഡ് അറ്റ് ഹോം വിത്ത് പ്രിസ്ക്രൈബ്ഡ് ആൻറ്റിബയോട്ടിക്. അതായത് ഈ നമ്മളിപ്പോൾ ഡോക്ടർ അസസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ബി പി കൂടുതലൊന്നും അല്ല, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രോപ്പറായിട്ട് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാൽ കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്നില്ല, വീട്ടിൽ വെച്ച് തന്നെ മെഡിസിൻ കൊടുത്ത് മാനേജ് ചെയ്യാം. അപ്പോൾ ഒരു കുട്ടി ഒ പി ഡി വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഒരു തറോ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞ് കണ്ടുപിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. വലിയ അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണെങ്കിൽ പോലും ബി പി വിതിൻ നോർമൽ റേഞ്ചിലാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ യൂറിൻ ഔട്ട്പുട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യത്തില്ല. പകരം ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്കോ എന്താണെന്ന് ഡിസീസ് ഏജൻ്റ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ അതിന് ആൻറ്റിബയോട്ടിക്കോ മറ്റേതെങ്കിലും സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കുട്ടിയെ വീട്ടിൽ വിടും. വീട്ടിൽ വെച്ച് പ്രോപ്പർലി അതെടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ചിൽഡ്രൻ വിത്ത് ഹെമറ്റൂറിയ, hypertension and generalized edema need to be hospitalized to prevent acute renal failure. അപ്പം നേരത്തെയുള്ള ഡിസീസ് കണ്ടീഷൻ അല്ല, കുട്ടിക്ക് ഹെമറ്റൂറിയ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ജനറലൈസ്ഡ് എഡീമ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അവിടെ ഇട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? കാരണം കുട്ടിക്ക് ഈ പറയുന്ന ഡേഞ്ചറസ് സിംറ്റംസ് ഒക്കെ ഉണ്ട്. ഹെമറ്റൂറിയ, ദ ചൈൽഡ് ഈസ് പാസിങ് ബ്ലഡ് ത്രൂ ദ യൂറിൻ അല്ലേ, പിന്നെ കുട്ടി ഹൈപ്പർ ടെൻസീവ് ആണ്, പിന്നെ ജനറലൈസ്ഡ് എഡീമ ഉണ്ട്. ഇതൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടി അക്യൂട്ട് റീനൽ ഫെയിലിയറിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുട്ടിയെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കണം. പിന്നെ തന്നെയല്ല, കുട്ടിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കണം ഈ അക്യൂട്ട് ഫേസിൽ. അപ്പോൾ വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുട്ടി കളിക്കാനും ചാടാനും ഓടാനും ഒക്കെ പോകും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് റെസ്റ്റ് കിട്ടത്തില്ല. ചെറിയ കുട്ടിയല്ലേ, അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണമെന്നൊന്നുമില്ല. തന്നെയല്ല ആ പേരൻസിൻ്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം അറിയണമെന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയെ ബെഡ് റെസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. പിന്നെ ഹൈപ്പർ ടെൻഷൻ നീഡ്സ് ടു ബി ട്രീറ്റഡ് വിത്ത് ആൻറ്റി ഹൈപ്പർ ടെൻസീവ്സ്. അതായത് കുട്ടിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ആൻറ്റി ഹൈപ്പർ ടെൻസീവ്സ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് കൊടുക്കണം. അതിനാണല്ലോ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അതായത് ആൻറ്റി ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ആൻറ്റി ഹൈപ്പർ ടെൻസീവ്സ് കൊടുക്കണം. പിന്നെ ജനറലൈസ്ഡ് എഡീമ കുട്ടിക്കുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഡയോർട്ടിക്സ്. അപ്പോൾ നമുക്കറിയാം ഡയോർട്ടിക്സ് എന്ന് പറഞ്ഞാൽ ലാസിസോ അങ്ങനെയുള്ള ഡയോർട്ടിക് ഏജൻറ്റ്സ് എന്തെങ്കിലും കുട്ടിക്ക് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? പിന്നെ ഓക്കെ, അപ്പം ബ്ലഡ് പ്രഷർ വിതിൻ നോർമൽ റേഞ്ച് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബിയോണ്ട് അതായത് ബ്ലഡ് പ്രഷർ വിതിൻ നോർമലിൽ അല്ലെങ്കിലാണ് നമ്മൾ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആൻറ്റി ഹൈപ്പർ ടെൻസീവ്സ് കൊടുക്കണം. ചിലപ്പം എന്താ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹൈഡ്രലസീനോ അങ്ങനെ എന്തെങ്കിലുമുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നത്. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ നീഡ് ടു ബി ട്രീറ്റഡ് വിത്ത് ആൻറ്റി ഹൈപ്പർ ടെൻസീവ്സ്. യൂഷ്വലി ഹൈഡ്രലസീന്, അതിൽ മീതയിൽ, ഡോപ്പ ഇങ്ങനെയുള്ള ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ എഡീമ കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഡയോർട്ടിക്സ് കൊടുക്കണം. ഡയോർട്ടിക്സ് യൂഷ്വലി കൊടുക്കുന്നത് ലാസിക്സ്, അല്ലെങ്കിൽ യൂഷ്വലി കെമിക്കൽ നെയിം പറഞ്ഞാൽ ഫ്രൂസിമൈഡ് എന്ന് പറയുന്നത് 1 to 3 milligram per kilogram ബോഡി വെയിറ്റ് എന്നുള്ള കണക്കിൽ കൊടുക്കും. മനസ്സിലായോ? അത് ഇൻട്രാവീനസ്ലിയും യൂഷ്വലി ഇൻട്രാവീനസ്ലി ആണ് കൊടുക്കുന്നത്. ഒരിക്കൽ കൊടുത്തിട്ട് റിപ്പീറ്റഡ് ആഫ്റ്റർ 2 to 6 hours അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ സോഡിയം, പൊട്ടാസ്യം ആൻഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് നീഡ് ടു ബി റെസ്ട്രിക്റ്റഡ് ടു ട്രീറ്റ് ദ മൈൽഡ് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ കുട്ടികളെ സോഡിയം റെസ്ട്രിക്ഷൻ, പൊട്ടാസ്യം റെസ്ട്രിക്ഷൻ, ഫ്ലൂയിഡ് ഇൻടേക്ക് റെസ്ട്രിക്ഷൻ ഇതൊക്കെ ഉണ്ടാകും. ആൻഡ് എന്തിനാ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി. പിന്നെ നേരത്തെ ഹൈഡ്രലസിൻ ടാബ്ലറ്റ് കൊടുക്കും. അത് കൂടാതെ തന്നെ ഈ പറയുന്ന സോഡിയം, പൊട്ടാസ്യം ആൻഡ് റെസ്ട്രിക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇസ് നീഡഡ്. പിന്നെ ഒരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്കും കൊടുക്കും. എന്തിനാ? ഇറാഡിക്കേറ്റ് ദ ഇൻഫെക്ഷസ് ഏജൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, സ്വാബോ എല്ലാം എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഏതാണ് ഇൻഫെക്ഷസ് ഏജൻറ്റ് എന്ന് പിടിച്ചിട്ട് ആ ഒരു ആൻറ്റിബയോട്ടിക് തെറാപ്പി, ഒരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് കൊടുക്കണം ടു ഇറാഡിക്കേറ്റ് ദ ഇൻഫെക്ഷസ് ഏജൻറ്റ്.
പിന്നെ പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ ഇൻ കേസ് ഓഫ് സിവിയർ അസറ്റേമിയ, അതായത് പ്രോട്ടീൻ കൂടുതലുണ്ടായി അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷനാണ് അസറ്റേമിയ. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ റെസ്ട്രിക്ഷനും കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ അസറ്റോമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് കണ്ടെയ്ൻസ് ആൻ എക്സസ് യൂറിയ ആൻഡ് നൈട്രോജിനസ് കോമ്പൗണ്ട്. അതായത് യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കൂടുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ അസറ്റോമിയ എന്ന് പറയുന്നത്. അത് കുറയ്ക്കണമെങ്കിൽ കുട്ടിയുടെ പ്രോട്ടീൻ ഇൻടേക്ക് കുറയ്ക്കണം. മനസ്സിലായി? അപ്പോൾ ഇത്രയാണ് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ പ്രധാനം. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കണം, അതിനുവേണ്ടിയാണ് കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ് ചെയ്യണം, അതിന് ആൻറ്റി ഹൈപ്പർ ടെൻസീവ്സ് കൊടുക്കണം. പിന്നെ അതുകൂടാതെ റെസ്ട്രിക്ഷൻ ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് ഫ്ലൂയിഡ് ലെവൽ, അത് ഡോക്ടർ തീരുമാനിക്കും എങ്ങനെ ഫ്ലൂയിഡ് ലെവൽ ചെയ്യണമെന്നൊക്കെ. പിന്നെ ജനറലൈസ്ഡ് എഡീമ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഡയൂറിറ്റിക്സ്. അത് ലാസിക്സോ ഫ്രൂസിമൈഡോ അങ്ങനെ എന്ത് ഡയൂറിറ്റിക്സ് ആണോ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് അത് കൊടുത്താൽ നീര് കുറയാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ആൻറ്റിബയോട്ടിക്സ്, അത് കോസറ്റീവ് ഏജൻറ്റിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. പിന്നെ റെസ്ട്രിക്ഷൻ ഓഫ് പ്രോട്ടീൻ ടു ഡിക്രീസ് ദ കേസ് ഓഫ് സിവിയർ അസോറ്റേമിയ, അതായത് നൈട്രോജിനസ് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ ഇതൊക്കെ തന്നെ ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് മെഡിക്കൽ മാനേജ്മെൻറ്റ്. ഇനി നേഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്തുള്ളത് മെയിൻ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിസ്റ്ററി ടേക്കിംഗ് ആൻഡ് അസസ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രോപ്പർലി ഹിസ്റ്ററി കളക്ട് ചെയ്യണമെന്നും ജനറൽ മാനേജ്മെൻറ്റിൽ പറഞ്ഞു. അപ്പോൾ നേഴ്സസിനോട് ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് കളക്ടിങ് ദ പ്രോപ്പർ ഹിസ്റ്ററി. പിന്നെ മോണിറ്ററിങ് ദ ഫ്ലൂയിഡ് സ്റ്റാറ്റസ് ഓഫ് ദി ചൈൽഡ്, അതായത് കുട്ടി എത്രമാത്രം വെള്ളം കുടിക്കുന്നു, എത്രമാത്രം യൂറിൻ പോകുന്നു. അപ്പോൾ സ്ട്രിക്റ്റ് ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ കിഡ്നിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മോണിറ്ററിങ് ഫ്ലൂയിഡ് സ്റ്റാറ്റസ്. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ്. പിന്നെ കാരണം കുട്ടിക്ക് കൂടുതൽ സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷനാണ് ഈ കുട്ടികൾ. അതുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രിവെൻഷൻ ഓഫ് സ്കിൻ ബ്രേക്ക് ഡൗൺ. അതെന്താണെന്ന് ചോദിച്ചാൽ എഡിമയുള്ള കുട്ടികൾ ഒത്തിരി നേരം കട്ടിലേക്ക് കിടക്കുമ്പം കുറേ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ അബറേഷനോ അതുപോലെയുള്ള കംപ്രഷൻ കൊണ്ട് കൂടുതലായിട്ട് കുട്ടി സ്കിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം സ്കിൻ ബ്രേക്ക് ഡൗൺ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എടുക്കണം. അതല്ലാതെ ഒരു ബെഡ് സോർ വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ടു പ്രിവെൻറ്റ് സ്കിൻ അബറേഷൻ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി. പിന്നെ മീറ്റിംഗ് ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് ദി ചൈൽഡ്, അത് അക്കോർഡിംഗ് തെറാപ്യൂട്ടിക്കലി കുട്ടിയുടെ ന്യൂട്രീഷണൽ നീഡ്സിനെ ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ചോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ അഡ്വൈസ് അനുസരിച്ചോ തെറാപ്യൂട്ടിക് ഡയറ്റ് തന്നെ കൊടുക്കണം. ഓക്കെ, പിന്നെ പ്രൊവിഷൻ ഓഫ് ഇമോഷണൽ സപ്പോർട്ട്. കാരണം കുട്ടിക്കാണേലും കുട്ടിയുടെ അമ്മയ്ക്കാണേലും ഇങ്ങനെ ഒരു ഡിസീസാണ്, കിഡ്നിയെ അഫക്റ്റ് ചെയ്തേക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പേടിയാണ്, ആങ്ഷ്യസ് ആകും. അപ്പോൾ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. അതിനകത്ത് നമ്മൾ ആദ്യമേ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഹിസ്റ്ററി ടേക്കിങ്ങിനകത്ത് പ്രത്യേകം പറഞ്ഞത് നേഴ്സ് മസ്റ്റ് ഒബ്റ്റെയിൻ എ കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് ദി പാസ്റ്റ് ഇൽനെസ് ആൻഡ് ഇൻഫെക്ഷൻ. അതായത് മുൻപ് സ്കിൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ, ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ മുൻനിർത്തി വേണം ഹിസ്റ്ററി എടുക്കാൻ. പിന്നെ അസസ് ദ ചൈൽഡ്സ് വെയിറ്റ്, യൂറിൻ ഔട്ട്പുട്ട് ആൻഡ് ലുക്ക് ഫോർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗ്ലോമർലോനെഫ്രൈറ്റിസ്. കുട്ടിയുടെ വെയിറ്റ് എടുക്കുക. മിക്കപ്പോഴും ഡെയിലി വെയിറ്റ് ആദ്യമേ വരുമ്പോൾ എടുക്കണം, അതുകൂടാതെ ഡെയിലി വെയിറ്റ് എടുക്കണം. എന്തുകൊണ്ടാണ്? കാരണം എഡിമയുള്ള കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഡെയിലി വെയിറ്റ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എത്രമാത്രം വാട്ടർ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് ബോഡിയിൽ നിന്ന് അറിയണമെങ്കിൽ ഡെയിലി വെയിറ്റ് എടുക്കണം. ഓക്കെ, പിന്നെ ഫ്ലൂയിഡ് സ്റ്റാറ്റസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ മോണിറ്റർ ദ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രൈറ്റ് സ്റ്റാറ്റസ് ഓഫ് ദി ചൈൽഡ് ബൈ അസസിങ് ദ ഡെയിലി ബോഡി വെയിറ്റ്, ദെൻ പെരിയോർബിറ്റൽ എഡീമ ആൻഡ് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. അസസിങ് ദ പെരിയോർബിറ്റൽ എഡീമ ആൻഡ് ഓൾസോ ബോഡി വെയിറ്റ് ആൻഡ് ഓൾസോ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ചാർട്ട്. എത്രമാത്രം ഫ്ലൂയിഡ് എടുക്കുന്നുണ്ട്, എത്രമാത്രം യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെന്ന് സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ ചെയ്യണം. കുട്ടിയെ ടോയ്ലറ്റിലൊന്നും യൂറിൻ പാസ് ചെയ്യാൻ വിടാതെ ഒരു കണ്ടെയ്നർ കൊടുത്ത് ഒരു യൂറിനല്ലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിൻ്റെ ഡെയിലി യൂറിൻ ഔട്ട്പുട്ട് കളക്ട് ചെയ്തെന്നുള്ളൊരു കൊടുത്ത് അതെവിടെയെങ്കിലും പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് അത് ഡെയിലി മെഷർ ചെയ്തെടുക്കണം. ഓക്കെ, പിന്നെ മോണിറ്റർ വൈറ്റൽ സൈൻസ് ഓഫ് ദി ചൈൽഡ്. കാരണം കുട്ടി ഹൈപ്പർ ടെൻസീവ് ആണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഫീവർ ഉണ്ടാകാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സിംറ്റമെറ്റോളജി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും വൈറ്റൽ സൈൻസ് ചാർട്ട് 4 hourly എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? പിന്നെ മോണിറ്റർ ദ ഡിഗ്രി ഓഫ് അസൈറ്റിസ് ബൈ മെഷറിംഗ് ദ അബ്ഡോമിനൽ ഗർത്ത് ഡെയിലി. അതായത് അസൈറ്റിസ് ഉള്ള കുട്ടികളിൽ, അതും പെറ്റോണൽ ക്യാവിറ്റിയിലൊക്കെ കൂടുതൽ ഫ്ലൂയിഡ് കളക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലാണ് കുട്ടിക്ക് അസൈറ്റിസ് വരുന്നത്. അല്ലെങ്കിൽ ജനറലൈസ്ഡ് എഡിമ കൊണ്ട് വരാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും കുട്ടിയുടെ അബ്ഡോമിനൽ ഗർത്ത് ഒരു ടേപ്പ് ഉപയോഗിച്ച് ഡെയിലി മെഷർ ചെയ്ത് ചാർട്ട് ചെയ്യണം. അതും അസസ്മെൻ്റ് ഓഫ് ദി എഡിമയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മോണിറ്റർ ദ ബ്ലഡ് പ്രഷർ ആൻഡ് അഡ്മിനിസ്റ്റർ ദ പ്രിസ്ക്രൈബ്ഡ് ആൻറ്റിബയോട്ടിക്സ് ആൻറ്റി ഹൈപ്പർടെൻസീവ്സ്.
അതായത് കുട്ടിയുടെ BP എന്നുമല്ല എവരി 4 hourly ചെക്ക് ചെയ്യണം. അതിനനുസരിച്ച് ആൻറ്റി ഹൈപ്പർടെൻസീവ് എന്താണോ കൊടുക്കുന്നത് അത് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം കൊടുക്കണം. ദെൻ റെസ്ട്രിക്റ്റ് ഫ്ലൂയിഡ്, സോൾട്ട് ആൻഡ് പൊട്ടാസ്യം ഇൻടേക്ക് ഈഫ് പ്രിസ്ക്രൈബ്ഡ്. ഇപ്പോൾ ഡോക്ടർ എന്തെങ്കിലും സോൾട്ടോ പൊട്ടാസ്യമോ അല്ലെങ്കിൽ ഇൻടേക്കോ ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യണം. അതായത് എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാം, ഫ്ലൂയിഡ് ഇൻടേക്ക് എത്രമാത്രം ആകാമെന്നൊക്കെ ഡോക്ടർ പറയും. പിന്നെ സോഡിയം റിട്ടൻഷൻ വേണോ, അല്ലെങ്കിൽ അതായത് സോൾട്ട് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫുഡിനകത്തൊന്നും സോൾട്ട് ഇട്ട് ഉപയോഗിക്കാനൊന്നും പാടില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ അഡ്വൈസ് ചെയ്യും, അതിനനുസരിച്ച് മാനേജ് ചെയ്യണം. അതായത് പിന്നെ പിന്നുള്ളത് പ്രിവെൻഷൻ ഫ്രം ഇൻഫെക്ഷൻ വിച്ച് മേ ഇമ്പയർ റീനൽ ഫങ്ഷൻ. അതായത് മോണിറ്റർ ദ ചൈൽഡ് ഫോർ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ലൈക്ക് ഫീവർ, മലേസ് ആൻഡ് എലിവേറ്റഡ് WBC ആൻഡ് എഡ്യൂക്കേറ്റ് ദ പേരൻസ് റിഗാർഡിംഗ് ഗുഡ് ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക്. അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ നമ്മൾ കോവിഡ് വന്നപ്പോൾ കണ്ടോ, കൈ സാനിറ്റൈസ് ചെയ്യുകയും വാഷ് ചെയ്യുകയും ഒക്കെ എപ്പോഴും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഹാൻഡ് വാഷിങ്ങിനെ പറ്റിയും പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പേരൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ ലിമിറ്റ് ദ നമ്പർ ഓഫ് വിസിറ്റേഴ്സ്, അല്ലേ, ഒരുപാട് വിസിറ്റേഴ്സ്, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉള്ളവരും മറ്റവരും ഒക്കെ പല വിസിറ്റേഴ്സ് വരുമ്പോൾ കുട്ടിക്ക് റെസിസ്റ്റൻസ് പവർ കുറവാണ്. ഇപ്പോൾ കുട്ടിക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവരോട് പേരൻസിനോടും പറയണം, കൂടുതൽ വിസിറ്റേഴ്സിനെ അലോ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയണം. അപ്പോൾ അവരുടെ റിലേറ്റീവ്സിനോടൊക്കെ പറയും, വരണ്ട, വീട്ടിൽ രോഗം ഭേദമായി വീട്ടിൽ വന്നിട്ട് എല്ലാവരും വന്ന് കണ്ടാൽ മതി എന്ന് പറയാമല്ലോ. അതൊന്ന്. പിന്നെ പേഴ്സൺസ് വിത്ത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഷുഡ് നോട്ട് ബി അലൗഡ് ടു വിസിറ്റ് ദ ചൈൽഡ്. അതായത് ആരെങ്കിലും അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരിക്കലും കുട്ടിയെ സന്ദർശിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പേരൻസും മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയാണ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നേച്ചർ മെഷേഴ്സ്. ഒന്നത് കൈ പ്രോപ്പർലി വാഷ് ചെയ്യുക, പിന്നെ പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, വാഷിങ് ഹാൻഡ്സ്, പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ സിംറ്റം ഉണ്ടോ എന്ന് നേരത്തെ കുട്ടി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം, ഡോക്ടറെ ഇൻഫോം ചെയ്യണം. പിന്നെ വിസിറ്റേഴ്സിനെ ലിമിറ്റ് ചെയ്യണം. പിന്നെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനുള്ള ഒരു വിസിറ്റേഴ്സും കുട്ടികളെ സന്ദർശിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷന് നേഴ്സസിന് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ. പിന്നെ കുട്ടിയുടെ സ്കിൻ ബ്രേക്ക് ഡൗൺ പ്രിവെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സോ അതെന്താണെന്ന് വെച്ചാൽ, ആസ് ദ ചൈൽഡ് മേ ഹാവ് ജനറലൈസ്ഡ് എഡീമ ദർ ഈസ് ചാൻസ് ഓഫ് സ്കിൻ ബ്രേക്ക് ഡൗൺ. സോ ദ മെഷേഴ്സ് ടു ബി അണ്ടർടേക്കൻ ആർ ടേൺ ദ ചൈൽഡ് ഫ്രീക്വൻ്റ്ലി ആൻഡ് കീപ് ചേഞ്ചിങ് ഹിസ് പൊസിഷൻ. എപ്പോഴും ഇപ്പോൾ ബാക്കിൽ തന്നെ നേരെ കിടക്കാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് കിടക്കാനും ഇടയ്ക്കൊന്ന് കട്ടിലിൽ എഴുന്നേറ്റിരിക്കാനും ഒക്കെ നമുക്ക് പറയാം, സ്ട്രിക്റ്റ് ബെഡ് റെസ്റ്റ് അല്ലെങ്കിൽ. ഓക്കെ. പിന്നെ കീപ് ദ ചൈൽഡ് ക്ലീൻ ആൻഡ് ഡ്രൈ. അതായത് പ്രത്യേകിച്ച് ബെഡിലും ഒക്കെ ആയിട്ട് റിങ്കിൾ ഒന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്തായിട്ട് വിരിച്ചിടണം. പിന്നെ കീപ് ദ ബെഡ്ഷീറ്റ് ടൈറ്റ് ആൻഡ് റിങ്കിൾ ഫ്രീ. പിന്നെ പ്രൊവൈഡ് ഫ്രീക്വൻറ്റ് ബാക്ക് കെയർ ആൻഡ് സ്കിൻ കെയർ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രേക്ക് ഡൗൺ ഓഫ് ദ സ്കിൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പിന്നെ അടുത്തത് മീറ്റ് ദ ന്യൂട്രീഷണൽ നീഡ് ഓഫ് ദി ചൈൽഡ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് അനോറക്സിയ ഡ്യൂറിങ് അക്യൂട്ട് സ്റ്റേജ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ചലഞ്ച് ഇൻ മീറ്റിംഗ് ദ ന്യൂട്രീഷണൽ നീഡ് ഓഫ് ദി ചൈൽഡ്. കുട്ടിയൊന്നും കഴിക്കത്തില്ല, കാരണം കഴിക്കാനുള്ള രുചിയില്ല, അനോറക്സിയ ആയതുകൊണ്ട് കുട്ടി ഫുഡൊന്നും കഴിക്കത്തില്ല. അങ്ങനെയുള്ളപ്പം പ്രൊവൈഡ് ലോ പ്രോട്ടീൻ ആൻഡ് ഫുഡ് വിത്ത് നോ ആഡഡ് സോൾട്ട് ടു ദ ചൈൽഡ്. ഇപ്പം സോൾട്ട് റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് സോൾട്ട് ഇല്ലാതെ തന്നെ ഫുഡ് കൊടുക്കണം. പക്ഷേ പ്രോട്ടീൻ ലോ ആകണം. അറ്റ് ദ സെയിം ടൈം കുട്ടിക്ക് ഇഷ്ടമുള്ള പ്രോട്ടീൻ ഫുഡൊക്കെ കൊടുക്കാം, പക്ഷേ കുറേ ലോ പ്രോട്ടീൻ കുറച്ച് എമൗണ്ടേ കൊടുക്കാവുള്ളൂ എന്നേ ഉള്ളൂ. പിന്നെ പ്രൊവൈഡ് ഫുഡ് അക്കോർഡിംഗ് ടു ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഓഫ് ദി ചൈൽഡ്. ദെൻ അലോ ദ ചൈൽഡ് ടു ഈറ്റ് വിത്ത് അതർ ചിൽഡ്രൻ ആസ് ദേ മോട്ടിവേറ്റ് ദം ടു ഈറ്റ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അവരെ മറ്റുള്ള കുട്ടികളുമായിട്ടൊക്കെ കൂട്ടത്തിൽ ചേർന്ന് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കൊടുക്കാൻ അലോ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് കുറേ കൂടി ഇൻട്രസ്റ്റ് ആണ്, മറ്റുള്ളവരെ പോലെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള തോന്നലുണ്ടാകും അവരുടെ കൂട്ടുകാരുടെ എല്ലാം കൂട്ടത്തിൽ ഇരുന്ന്. അപ്പോൾ അവരുടെ കൂട്ടത്തിലിരുത്തി വേണമെങ്കിൽ ഫുഡ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ന്യൂട്രീഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ നേഴ്സസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ടാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ദ പേരൻസ് മേ ബി അവർക്കൊത്തിരി ആങ്ഷ്യസ് ആണ്, അവരൊത്തിരി വറീഡാണ്, അവരെ തന്നെ ബ്ലെയിം ചെയ്യും, അവർ പ്രോപ്പർലി കുട്ടിയെ കൊണ്ട് കാണിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ അസുഖം വന്നത്, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ അവർക്ക്, അങ്ങനെയുള്ള ഒരു പ്രയാസമൊക്കെ അവർക്ക് തന്നെ തോന്നും. സോ ഡിസ്കസ് വിത്ത് ദം ദ കോസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് കറക്റ്റ് ദെയർ മിസ്കൺസെപ്ഷൻ. അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിക്കും അവരെ പറഞ്ഞ് ധരിപ്പിക്കണം, ഈ രോഗം വരാനുള്ള കാരണം എന്താണെന്ന്.
എങ്ങനെ വന്നതെന്നൊക്കെ. ചിലപ്പോൾ അവർ പറയാം അവർ ചെയ്ത പാവം കൊണ്ടാണ് ഇങ്ങനെ രോഗമൊക്കെ വന്നത്, അങ്ങനെ അവർ സെൽഫ് ബ്ലെയിം ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് നല്ല ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഫാക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട് ടു ദ പേരൻസ് ബൈ ക്ലാരിഫൈയിങ് ദെയർ ഡൗട്ട്സ്, correcting their misconceptions, referring to the service agencies and helping hands who may assist the parents to meet the economic burden of the treatment of the child. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒത്തിരി ഏജൻസീസിനെ പറ്റിയൊക്കെ പഠിച്ചായിരുന്നല്ലോ അല്ലേ. കുട്ടികളെ എനിക്ക് ഹെൽപ്പ് കൊടുക്കുന്ന ഒരുപാട് സർവീസ് സംഘടനകളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ചില തീരെ എക്കണോമിക്കലി സൗണ്ട് അല്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് അസിസ്റ്റൻസ് വേണമെങ്കിൽ അങ്ങനെയുള്ള അവയർനെസ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഏജൻസിയെ അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായമൊക്കെ കിട്ടിയെന്നിരിക്കും. അതാണ് പറയുന്നത്, ആൻസർ ദ ക്വയറീസ് ഓഫ് ദ പേരൻസ് ആൻഡ് ഹെൽപ്പ് ദം ടു get the financial assistance as well as to ventilate their feelings. അതായത് അവരുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളെ വെന്റിലേറ്റ് ചെയ്യാനുമൊക്കെ നേഴ്സസ് അവർ പറയുന്നത് പേഷ്യൻ്റായിട്ടൊന്ന് ലിസൺ ചെയ്ത് കേൾക്കണം, വേണ്ട സപ്പോർട്ട് കൊടുക്കണം, അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യണം. അവർക്ക് എവിടെയെങ്കിലും എക്കണോമിക് അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ട ഒരു കുടുംബമാണ്, അവർ ഫൈനാൻഷ്യലി സൗണ്ട് അല്ലാത്തൊരു കുടുംബമാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ റിസോഴ്സിൽ നിന്ന് അവർക്ക് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള സോഴ്സിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതാണ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ഫോർ ദ ചൈൽഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഗ്ലോമർലോനെഫ്രൈറ്റിസ് എന്താണ്, അതിൻ്റെ ഇൻസിഡൻസ്, ഇറ്റിയോളജി, പിന്നെ അതിൻ്റെ പത്തോഫിസിയോളജി, പിന്നെ നമ്മളതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, പിന്നെ ട്രീറ്റ്മെൻറ്റിനകത്ത് മെയിൻലി മെഡിക്കൽ മാനേജ്മെൻറ്റും നേഴ്സിംഗ് മാനേജ്മെൻറ്റും ഒക്കെ നമ്മൾ പഠിച്ചു. നേഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്ത് മെയിൻലി എത്ര ആസ്പെക്റ്റാണ്, മെയിൻലി നമ്മൾ 4 ആസ്പെക്റ്റ് അതിനകത്തുണ്ടായിരുന്ന ഹൈലൈറ്റ്സ്, അത് നമ്മൾ പഠിച്ചു. ഓക്കെ, 4 അല്ല 5 or 6 ആസ്പെക്റ്റ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചു. അപ്പോൾ അക്യൂട്ട് ഗ്ലോമർലോനെഫ്രൈറ്റിസ് ആണ് നമ്മളിന്ന് ഫിനിഷ് ചെയ്ത്. ഗോ ത്രൂ ഇറ്റ് പ്രോപ്പർലി ആൻഡ് ലെറ്റ് മീ നോ വെദർ യു അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. പിന്നെ നിങ്ങളുടെ പുസ്തകം കൂടെ റെഫർ ചെയ്തിട്ട് അതിനകത്ത് പത്തോഫിസിയോളജി ഒരു കോളം വരച്ചൊക്കെ നന്നായിട്ട് തന്നിട്ടുണ്ട്. ഞാനത് ഡിസ്കസ് ചെയ്തെങ്കിലും നിങ്ങളുടെ പടമൊന്നും വരച്ച് സ്ലൈഡൊന്നും ഇടാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ചെറിയ പടത്തിലുണ്ട് അതെല്ലാം, പക്ഷേ മറ്റേത് കുറേ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ കോളം വരച്ചൊക്കെ ഉണ്ട്. അത് ഒന്ന് നോക്കുക പുസ്തകത്തിലുള്ളത്. അപ്പം നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ നന്നായിട്ട് അത് ഡയഗ്രാം റെപ്രസെൻറ്റിങ് ദ പത്തോഫിസിയോളജിയും കൂടെ വരയ്ക്കണം. അപ്പം ഇപ്പം നമ്മളുടെ സ്ലൈഡ് ഉപയോഗിച്ചും ഡിസ്കഷനിലുള്ള മാറ്റർ ഉപയോഗിച്ചും നിങ്ങളുടെ പുസ്തകം കൊണ്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ഓൺ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ ലേറ്റർ ഓൺ യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് ടു മീ, അത് ഞാൻ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്ലാസ് റിഗാർഡിങ് ദ അക്യൂട്ട് ഗ്ലോമർലോനെഫ്രൈറ്റിസ്. ഇപ്പോൾ നമ്മൾ വാർഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ കാണാറുണ്ട്. സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് ഗ്ലോമർലോനെഫ്രൈറ്റിസ് കുട്ടികളിൽ. ഓക്കെ.